ടി.പി. വധക്കേസ് പ്രതികളുടെ മദ്യപാനത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടിയതായി പോലീസ്. ടി.പി. കേസ് പ്രതികളുടെ എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കൊടിസുനിയും കൂട്ടാളികളും കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുൻപും മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, എന്താണിപ്പോൾ ഇതിൽ പോലീസ് എങ്ങനെയാണ് അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടത് എന്നൊരു രാഷ്ട്രീയക്കുഴപ്പമുണ്ടോ? അനുജ, ഈ ടി.പി. കേസ് പ്രതികളായിട്ടുള്ള കൊടിസുനി, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ തലശ്ശേരി കോടതിയിലെത്തിയ ഘട്ടത്തിൽ, അവിടെ മറ്റൊരു കേസിൻ്റെ വിചാരണക്കായി എത്തിച്ച ഘട്ടത്തിൽ ആ കോടതി പരിസരത്തെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിൽ നേരത്തെ തന്നെ ഈ പോലീസ് എസ്കോർട്ടിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് പോലീസിന് വലിയ പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ടെന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഈ എസ്കോർട്ടിന് വന്ന ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ എന്തുകൊണ്ട് ഈ നടപടി ഒതുങ്ങിപ്പോകുന്നു എന്ന വലിയ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മറ്റ് നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഇതിനു മുമ്പും ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ട്, ഇങ്ങനെ കോടതിയിലെത്തിച്ച ഘട്ടത്തിൽ ഈ പ്രതികൾ മദ്യപിക്കാറുണ്ട് എന്ന വിവരം പോലീസിൻ്റെ ഇന്റേണൽ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ മദ്യപിച്ചിട്ടുള്ള പ്രതികൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിൽ പോലീസ് വിശദീകരിക്കുന്നത് ഈ ജയിൽ ആക്ട്, അതായത് കേരള പ്രിസൺസ് കറക്ഷണൽ സർവീസ് ആക്ട് പ്രകാരം ഈ ജയിലിനകത്തുള്ള കുറ്റകൃത്യങ്ങളാണ് അത് ചാർജ് ചെയ്യാറ്. അപ്പോൾ ജയിലിന് പുറത്ത് നടന്നിട്ടുള്ള ഈ കുറ്റകൃത്യത്തിൽ ആ വകുപ്പ് ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടും എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ മാസം 17 നടന്ന സംഭവമാണ്. അതിനുശേഷം പോലീസിന് തന്നെ നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇത് ഇപ്പോൾ പോലും അതിൽ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്കോ വ്യക്തതയിലേക്കോ പോലീസ് എത്തിയിട്ടില്ല. ഇനിയും നിയമോപദേശം തേടണം എന്ന കാര്യമാണ് പോലീസ് എന്തായാലും വിശദീകരിക്കുന്നത്. അതിലൊക്കെ വലിയ ദുരൂഹത, അല്ലെങ്കിൽ വലിയ പോലീസിനെ ചോദ്യം നിഴലിൽ നിർത്തുന്ന കാര്യമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ചില നടപടികൾ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിലാണ് ഇവരുടെ എസ്കോർട്ടിന്, ടി.പി. കേസ് പ്രതികളുടെ എസ്കോർട്ടിന് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും എന്നതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ യാത്രയിലും, കോടതിയിലേക്കുള്ള യാത്രയിലും കോടതി പരിസരത്തും മറ്റുദ്യോഗസ്ഥരെ സർവൈലൻസിന് വേണ്ടി, നിരീക്ഷണത്തിന് വേണ്ടി നിയോഗിക്കും. അതോടൊപ്പം തന്നെ വിലങ്ങ് നിർബന്ധമാക്കും. ഇത്തരം പ്രതികൾക്ക് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് അണിയണമെന്നുള്ളത് നേരത്തെ തന്നെയുള്ള ചട്ടമാണ്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാറില്ല. അത് നിർബന്ധമാക്കും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ നടപടി ആവശ്യമാണ് എന്ന കാര്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതുണ്ടാകുമോ എന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത്. കോടതിയിൽ നിന്ന് വരുമ്പോഴാണ് ടി.പി. കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ അതിൽ അവസരം ഒരുക്കി നൽകി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് എസ്കോർട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ നിയമോപദേശം തേടാൻ കൂടി പോലീസിന്റെ തീരുമാനം.